ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി വിത്ത് നൂർജഹാൻ. സ്റ്റാൻഡേർഡ് 8-ൻ്റെ SCERT ടെക്സ്റ്റ് ബുക്കിലെ ബേസിക് സയൻസിലെ ചാപ്റ്റർ 1 ലൈഫ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ് ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഇനി പാർട്ട് 2. പാർട്ട് 1 നമ്മൾ സെൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ഓർഗാനിസംസ്. എല്ലാ ഓർഗാനിസത്തിൻ്റെയും സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്താണ്? സെല്ലാണ്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ. ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലുകൊണ്ട് മേക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താണ്? പ്ലാന്റ് സെൽ എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ, പ്ലാന്റ് സെൽ. ഇതാണ് ഒരു പ്ലാന്റ് സെല്ലിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ എന്ത് കാണാം? ഒരു സെൽ വാൾ ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ് സെല്ലിന് എന്തുണ്ട്? ഒരു സൈറ്റോപ്ലാസം ഉണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയോലസും ഉണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സെൽ ഓർഗനൽസ് ആണ്. അത് ഡീറ്റെയിലായി മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം എന്താണെന്ന് നോക്കാം. All substances inside the cell membrane constitute the protoplasm. അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ എന്തുണ്ട്? ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്. അതായത് ഇതാണ് എന്ത്? സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ദ സബ്സ്റ്റൻസ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ, ഈ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ കാണുന്ന എല്ലാ സബ്സ്റ്റൻസസിനെയും കൂടി നമ്മൾ എന്താണ് വിളിക്കുന്നത്? പ്രോട്ടോപ്ലാസം. എന്താ വിളിക്കുക? പ്രോട്ടോപ്ലാസം. ഇനി അടുത്തത് എന്താണ്? സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി പ്രോട്ടോപ്ലാസം എക്സ്ക്ലൂഡിങ് ദ ന്യൂക്ലിയസ്. അതായത് അത് നമ്മൾ പറഞ്ഞു എന്താണ് പ്രോട്ടോപ്ലാസം? ഓൾ ദ സബ്സ്റ്റൻസസ് ഇൻസൈഡ് ദി സെൽ മെംബ്രെയിൻ. എന്നാൽ പ്രോട്ടോപ്ലാസത്തിൻ്റെ ഒരു പാർട്ട് ആണെന്ത്? സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദി പ്രോട്ടോപ്ലാസം എക്സ്ക്ലൂഡിങ് ദ ന്യൂക്ലിയസ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൽ എന്ത് വരുന്നില്ല? ന്യൂക്ലിയസ് വരുന്നില്ല. ഓക്കെ, സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടോപ്ലാസത്തിൻ്റെ ഒരു പാർട്ടാണ്, പക്ഷെ അതിൽ എന്ത് വരില്ല? ന്യൂക്ലിയസ് വരില്ല. അതാണ് എന്ത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസ് അതിലെന്താ? എക്സ്ക്ലൂഡ് ചെയ്ത് കിടക്കുന്നു, ന്യൂക്ലിയസ് വരില്ല. പിന്നെ എന്താ സൈറ്റോപ്ലാസത്തിലുള്ളത്? ഓൾ ദ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ലൈഫ് ആക്ടിവിറ്റീസ് ആർ പ്രസൻറ്റ് ഇൻ സൈറ്റോപ്ലാസം. നമ്മുടെ ലൈഫ് ആക്ടിവിറ്റീസിന് റിക്വയർ ചെയ്തിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും എന്തിലുണ്ട്? സൈറ്റോപ്ലാസത്തിലുണ്ട്. അതായത് സെൽ ഓർഗനൽസ്. ഓക്കെ, സെൽ ഓർഗനൽസ് ആർ ദ സ്പെസിഫിക് ആയിട്ടുള്ള പാർട്സ് സീൻ ഇൻ ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ എന്താണ് കാണുന്നത്? സെൽ ഓർഗനൽസ്. ഏതൊക്കെ? പ്ലാന്റ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ കാണുന്നത് എന്താ? സെൽ ഓർഗനൽസ് ആണ്. ഏതൊക്കെയാണവ? മൈറ്റോകോൺട്രിയ, വാക്യൂൾ, ക്ലോറോപ്ലാസ്റ്റ്, ഗോൾജി അപ്പാരറ്റസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ദെൻ പെറോക്സിസോം, റൈബോസോം, അമൈലോപ്ലാസ്റ്റ്. ഇത്രയും എന്തിൽ കാണുന്നുണ്ട്? സൈറ്റോപ്ലാസത്തിൽ കാണുന്നുണ്ട്. ആൻഡ് ദേ പെർഫോം ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്. അവരെന്താ പെർഫോം ചെയ്യുന്നത്? സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന സെൽ ഓർഗനൽസ് ആണ് ഇതിലുള്ളത്, സൈറ്റോപ്ലാസത്തിലുള്ളത്. ന്യൂക്ലിയസ് എന്തിൽ വരുന്നില്ല? സൈറ്റോപ്ലാസത്തിൽ വരുന്നില്ല. പക്ഷേ ഈ ന്യൂക്ലിയസും ഈ സെൽ ഓർഗനൽസും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള ഈ മൊത്തം പോർഷനാണ് എന്ത് വിളിക്കുന്നത്? പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കുന്നത്. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി പ്രോട്ടോപ്ലാസം എക്സ്ക്ലൂഡിങ് ദി ന്യൂക്ലിയസ്. ഓക്കെ, ഇനി ഇവിടെ ഒരു 2-3 കാര്യം കൂടി നോട്ട് ചെയ്യാം. ഈ പ്ലാന്റ് സെല്ലിന് എന്തുണ്ട്? ഒരു സെൽ വാളും ഉണ്ട്, സെൽ മെംബ്രെയിനും ഉണ്ട്. അതുപോലെ ഇവിടുത്തെ വാക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ലാർജ് സൈസാണ്. സിംഗിൾ വാക്യൂൾ, ഒരൊറ്റ വാക്യൂൾ, അത് ഭയങ്കര ലാർജ് സൈസിൽ. അതേപോലെ തന്നെ ഇവിടെ എന്താണ്? ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ വാക്യൂള് നമ്മൾ പറഞ്ഞു എന്താ? ഒരൊറ്റ വാക്യൂള്, ലാർജ് സൈസിൽ. പിന്നെ ഇവിടെ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ്, ഇവിടുത്തെ ന്യൂക്ലിയസ് എന്താ? സെൻറ്ററിലായിട്ടല്ല കാണുന്നത്, സൈഡിലായിട്ട്. ഏതെങ്കിലും ഒരു സൈഡിലായിട്ടാണ് പ്ലാന്റ് സെല്ലിൽ എന്ത് കാണുക? ന്യൂക്ലിയസ് കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. അപ്പോൾ പ്ലാന്റ് സെല്ലിനെ കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് സെൽ ഓർഗനൽസ് ആണ്. ഫസ്റ്റ് പറയുന്നത് മൈറ്റോകോൺട്രിയോൺ. ഇവിടെ മൈറ്റോകോൺട്രിയ ഉണ്ട്, കണ്ടില്ലേ? ഇതാ മൈറ്റോകോൺട്രിയ. അതിനെക്കുറിച്ച് പറയാം. പവർ ഹൗസ് ഓഫ് ദ സെൽ. എന്താണ്? സെല്ലിൻ്റെ പവർ ഹൗസ്. പവർ ഹൗസ് എന്ന് വിളിക്കുന്നത് ആരെയാണ്?
മൈറ്റോകോൺട്രിയാണ് സെല്ലിൻ്റെ പവർ ഹൗസ് എന്ന് വിളിക്കുന്നത്. പവർ മീൻസ് എനർജി. അപ്പോൾ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ദേ ഹെൽപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി. എനർജിനെ പ്രൊഡ്യൂസ് ചെയ്യാനും അതിനെ സ്റ്റോർ ചെയ്യാനുമാണ് ആര് ഹെൽപ്പ് ചെയ്യുന്നത്? മൈറ്റോകോൺട്രിയ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ മൈറ്റോകോൺട്രിയ അബൻഡൻ്റ്ലി സീൻ ഇൻ ദ സെൽസ് ഓഫ് ലിവർ, ബ്രെയിൻ ആൻഡ് മസിൽസ് വേർ ദ എനർജി റിക്വയർമെൻറ്റ് ഈസ് ഹൈ. എനർജി റിക്വയർമെൻറ്റ് ഹൈ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് എവിടെയൊക്കെ? ലിവർ എന്ന് പറയുന്നതും ബ്രെയിൻ എന്ന് പറയുന്നതും മസിൽ. അപ്പോൾ ഇവിടെയൊക്കെയുള്ള സെൽസിലാണ് ഈ മൈറ്റോകോൺട്രിയനെ ധാരാളമായിട്ട് കാണുന്നത്. ഓക്കെ, അടുത്ത സെൽ ഓർഗനലാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഇതും എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ദ പാസേജ് ഇൻ ദ സെല്ലിലത്തെ പാസേജ്. എന്താ പാസേജ് പറഞ്ഞാൽ എന്താ? മെറ്റീരിയൽസിനെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? പാസേജ്. അതായത് കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ഇൻസൈഡ് ദ സെൽ ടേക്ക് പ്ലേസ് ത്രൂ ദിസ് ഓർഗനൽ. സെല്ലിൻ്റെ ഉള്ളിൽ മെറ്റീരിയൽസിനെ പാസ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഏത് ഓർഗനലാണ് സഹായിക്കുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? മെറ്റീരിയൽസിനെ കണ്ടക്ട് ചെയ്യുന്നത് സെല്ലിൻ്റെ ഉൾഭാഗത്ത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ സൈറ്റോസ്കെലിറ്റൺ. ഇതിൻ്റെ മറ്റൊരു പേരാണ് സൈറ്റോസ്കെലിറ്റൺ. ആസ് ഇറ്റ് പ്രൊവൈഡ്സ് ഫേംനെസ് ആൻഡ് ഷേപ്പ് ടു ദി സെൽ. അതെന്ത് ചെയ്യുന്നു? സെല്ലിന് ഫേംനെസ്സും അതുപോലെ തന്നെ ഷേപ്പും എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തത് റൈബോസോം. ഓക്കെ, ഇത് റൈബോസോം കാണുന്നു. ഈ റൈബോസോം എന്ന് പറഞ്ഞാൽ എന്താ? സെൻറ്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഇൻ സെൽ. നമ്മൾ പറഞ്ഞു സെല്ലിൻ്റെ ഫംഗ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ് സെല്ലിൽ നടക്കുന്നുണ്ട്. അതെവിടെയാണ് നടക്കുന്നത്? റൈബോസോമിൽ. റൈബോസോമിൻ്റെ ഫംഗ്ഷനാണ് എന്ത്? പ്രോട്ടീൻ സിന്തസിസ്. അത് നടക്കുന്നത് എവിടെയാണ്? റൈബോസോമിലാണ് എന്ത് ചെയ്യുന്നത്? സെല്ലിൽ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, it is seen either attached to the endoplasmic reticulum or free in the cytoplasm. അതായത് ഈ റൈബോസോമിന് ഒരു പ്രത്യേകതയുണ്ട്. അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കേസിൽ അവർ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് കാണുക. അങ്ങനെ കാണുമ്പോൾ നമ്മൾ ആ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ എന്താ വിളിക്കുക? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കാരണം എന്താ? ആ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് റൈബോസോം അറ്റാച്ച് ചെയ്തിട്ടാണ് കിടക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ കേസിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈബോസോം എന്താണ്? ഫ്രീ ആയിട്ടാണ് കാണുന്നത് സൈറ്റോപ്ലാസത്തിൽ. അപ്പോൾ അവർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് അറ്റാച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. ദേ ആർ സീൻ ഫ്രീലി ഇൻ ദ സൈറ്റോപ്ലാസം. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് എന്ത് വിളിക്കും? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ എന്താ? റൈബോസോം ഇല്ല അവിടെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മാത്രമേ ഉള്ളൂ. റൈബോസോം ഉണ്ടെങ്കിൽ എന്താണ്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് റൈബോസോമിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത്. ഇനി അടുത്തത് വാക്യൂൾ. ഞാൻ പറഞ്ഞു ഈ വാക്യൂൾ എന്ന് പറഞ്ഞാൽ ലാർജ് സിംഗിൾ വാക്യൂളാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വാക്യൂളിന് എന്തുണ്ട്? ഒരു മെംബ്രെയിൻ ഉണ്ട്. ഈ സെല്ലിന് കണ്ടില്ലേ ഒരു മെംബ്രെയിൻ, അതുപോലെ തന്നെ വാക്യൂളിന് എന്തുണ്ട്? ഒരു മെംബ്രെയിൻ ഉണ്ട്. ഇറ്റ്സ് കവേർഡ് ബൈ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ കോൾഡ് ടോണോപ്ലാസ്റ്റ്. എന്നെ വിളിക്കുക? ടോണോപ്ലാസ്റ്റ് എന്ന് വിളിച്ചു. ഇത് സ്റ്റോർ ചെയ്യുന്നു വാട്ടർ, സാൾട്ട് ആൻഡ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽസിൽ എന്ത് ചെയ്യുന്നു? വാക്യൂള് സ്റ്റോർ ചെയ്യുന്നു. അടുത്തതാണ് ഗോൾജി കോംപ്ലക്സ്. കണ്ട ഗോൾജി അപ്പാരറ്റസ് ഇതാണ് പറയുന്നത്. ഇറ്റ് കളക്ട് സെൽ സെക്രീഷൻസ്. സെല്ലിൻ്റെ സെക്രീഷൻസിനെ കളക്ട് ചെയ്യുന്നു. അതായത് എൻസൈം, ഹോർമോൺ, മ്യൂക്കസ് തുടങ്ങിയവ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു ഇൻ സ്മോൾ വെസിക്കിൾസ്. സ്മോൾ വെസിക്കിൾസിലാണ് കളക്ട് ചെയ്യുന്നത്. അതുപോലെ ഈ ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത് സീൻ ഇൻ പ്ലെൻറ്റി ഇൻ ഗ്ലാൻഡുലാർ സെൽസ്. ഗ്ലാൻഡുലാർ സെൽസിൽ ഒരുപാട് നമുക്ക് ഗോൾജി കോംപ്ലക്സ് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പ്ലാന്റ് സെൽ എന്താന്ന് പറഞ്ഞു, സൈറ്റോപ്ലാസം, പ്രോട്ടോപ്ലാസം എന്താന്ന് പറഞ്ഞു, കുറച്ച് സെൽ ഓർഗനൽസിനെയും പരിചയപ്പെട്ടു. ഇനി അടുത്തത് ന്യൂക്ലിയസ്. നമ്മൾ സെല്ലിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? പ്ലാന്റ് സെല്ലിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ന്യൂക്ലിയസ് കാണും, ന്യൂക്ലിയോലസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇനി ആ ന്യൂക്ലിയസിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ റെഗുലേറ്ററി സെൻറ്റർ ഓഫ് സെൽ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. The synthesis of protein is under the control of genes in the chromatin reticulum in nucleus. നമ്മൾ പറഞ്ഞു സെല്ലിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ആരാണ് ചെയ്യുന്നത്? ന്യൂക്ലിയസിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ഉണ്ട്. ആ ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിൽ ജീൻസ് ഉണ്ട്. ആ ജീൻസാണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുന്നത് സെല്ലിൽ.
ഓക്കെ, സെല്ലിൽ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയസിലെ ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിലുള്ള ജീൻസ്. അങ്ങനെ സിന്തസൈസ് ചെയ്യുന്ന ഈ പ്രോട്ടീൻസ്, ദീസ് പ്രോട്ടീൻസ് പ്ലേ മേജർ റോൾ ഇൻ റെഗുലേറ്റിംഗ് വേരിയസ് ആക്ടിവിറ്റി ഇൻ ദ സെൽ. അങ്ങനെ സിന്തസൈസ് ചെയ്യുന്ന ഈ പ്രോട്ടീൻസ് ആണ് എന്ത് ചെയ്യുന്നത്, മേജർ ആയിട്ടുള്ള റോള് വഹിക്കുന്നത്. എന്തിൽ? റെഗുലേറ്റിംഗ് വേരിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇൻ ദ സെൽ. സെല്ലിലുള്ള വേരിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യുന്നതിൽ മേജർ റോൾ ആർക്കാണ്? ഈ സിന്തസൈസ്ഡ് പ്രോട്ടീൻസിനാണ്. പ്രോട്ടീൻസ് എവിടെയാണ് സിന്തസൈസ് ചെയ്യുന്നത്? നമ്മുടെ ന്യൂക്ലിയസിലുള്ള ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിലെ ജീൻസിൽ. അവരാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഹെൻസ് ദ ന്യൂക്ലിയസ് ഈസ് കൺസിഡേർഡ് ആസ് ദി റെഗുലേറ്ററി സെൻറ്റർ ഓഫ് സെൽ. അതുകൊണ്ടാണ് നമ്മൾ ന്യൂക്ലിയസിനെ എന്ത് വിളിക്കുന്നത്? റെഗുലേറ്ററി സെൻറ്റർ ഓഫ് സെൽ. അതായത് സെല്ലിൻ്റെ റെഗുലേറ്ററി സെൻറ്ററാണ് ന്യൂക്ലിയസ് എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇതാ ന്യൂക്ലിയസിൻ്റെ പിക്ചർ നോക്കാം. ഇതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ദെൻ ഇതിലെന്തുണ്ട്? ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ഇറ്റ്സ് എ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ദാറ്റ് കവർ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനെ കവർ ചെയ്യുന്ന ഒരു ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ് എന്ത്? ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അടുത്തതാണ് എന്ത്? ന്യൂക്ലിയർ പോർസ്. കണ്ടോ, ന്യൂക്ലിയർ പോർ. ന്യൂക്ലിയർ പോഴ്സ് ആർ ദ പോഴ്സ് ഇൻ ദ ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിനിൽ കാണുന്ന പോഴ്സ് ആണെന്ത്? ന്യൂക്ലിയർ പോർ. ദേ ഹെൽപ്പ് ഇൻ ദ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽ ടു ആൻഡ് ഫ്രം ദ ന്യൂക്ലിയസ്. ഇവരെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലോട്ടും ന്യൂക്ലിയസിൻ്റെ പുറത്തോട്ടും മെറ്റീരിയൽസ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലോട്ടും അതുപോലെ തന്നെ ന്യൂക്ലിയസിൻ്റെ പുറത്തോട്ടും മെറ്റീരിയൽസിനെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത്? ന്യൂക്ലിയർ പോറിൻ്റെ ഫങ്ഷൻ. അടുത്തതാണ് ന്യൂക്ലിയോപ്ലാസം. ഇതാണ് ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയോപ്ലാസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൽ കാണുന്ന ഈ ഫ്ലൂയിഡ് പാർട്ടിനെയാണ് എന്ത് പറയുന്നത്? ന്യൂക്ലിയോപ്ലാസം. ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ന്യൂക്ലിയസ്. അതിലെന്തൊക്കെയുണ്ട്? ന്യൂക്ലിയോലസും ഉണ്ട്, പിന്നെ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ആർ സീൻ. എന്താ? ഇതാണ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം. കണ്ടോ, ഈ നെറ്റ്വർക്കായിട്ട് കാണുന്നതാണ് എന്ത്? ക്രൊമാറ്റിൻ റെറ്റിക്കുലം. ദേ ആർ സീൻ ആസ് എ നെറ്റ്വർക്ക് ഇൻ ദ ന്യൂക്ലിയോപ്ലാസം. ദേ ക്യാരി ജീൻസ്. നമ്മൾ പറഞ്ഞു ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിൽ എന്തുണ്ട്? നെറ്റ്വർക്ക് പോലെ കാണുന്ന ക്രൊമാറ്റിൻ റെറ്റിക്കുലം, അതിലെന്തുണ്ട്? ജീൻസ് ഉണ്ട്. ആ ജീൻസാണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ന്യൂക്ലിയോപ്ലാസത്തിൽ എന്തുണ്ട്? ന്യൂക്ലിയോലസ്. ഇതാണ് ന്യൂക്ലിയോലസ്. ദേ ആർ സ്ഫെറിക്കൽ ബോഡീസ് that play major role in the synthesis of ribosome. സ്ഫെറിക്കൽ ആയിട്ടുള്ള ബോഡിയാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്? റൈബോസോം സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു, ന്യൂക്ലിയർ പോഴ്സ് പറഞ്ഞു, ന്യൂക്ലിയോ പ്ലാസം ഉണ്ട്, അതിലെന്തുണ്ട്? ക്രൊമാറ്റിൻ റെറ്റിക്കുലം ഉണ്ട്, ന്യൂക്ലിയോലസും ഉണ്ട്. ഇനി ബയോ മെംബ്രെയിൻ എന്താണെന്ന് നോക്കാം. ഡിഡിൻ വി സീ ദാറ്റ് ദ സെൽ ഹാസ് മെംബ്രെയിനസ് കവറിങ്. നമ്മൾ ഓൾറെഡി കണ്ടു സെല്ലിന് എന്തുണ്ട്? ഒരു മെംബ്രെയിനസ് കവറിങ് ഉണ്ട്. നമ്മൾ അതിനെന്താ വിളിച്ചേ? സെൽ മെംബ്രെയിൻ എന്ന് വിളിച്ചില്ലേ? ഓക്കെ, ദിസ് കവറിങ് സെപ്പറേറ്റ് ദ സെൽ ഫ്രം ഇറ്റ്സ് അഡ്ജസൻറ്റ് സെൽ. ഈ സെൽ മെംബ്രെയിൻ ആണ് എന്ത് ചെയ്യുന്നത്? ഒരു സെല്ലിനെ മറ്റൊരു സെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നത്. നോട്ട് ഓൺലി ദ സെൽ, സെല്ലിന് മാത്രമല്ല, ബട്ട് ദ ന്യൂക്ലിയസ് ആൻഡ് മെനി ഓഫ് ദ സെൽ ഓർഗനൽസ് ഓൾസോ ഹാവ് മെംബ്രെയിനസ് കവറിങ്. ന്യൂക്ലിയസിനും അതുപോലെ തന്നെ പ്ലാന്റ് സെല്ലിൽ നമ്മൾ മറ്റ് സെൽ ഓർഗനൽസൊക്കെ കണ്ടില്ലേ, അതിനൊക്കെ എന്തുണ്ട്? സെൽ ഒരു മെംബ്രെയിനസ് ആയിട്ടുള്ളൊരു കവറിങ് ഉണ്ട്. ഓക്കെ, ന്യൂക്ലിയസിനാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിച്ചു? ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് വിളിച്ചില്ലേ? അതുപോലെ വാക്യൂളിന് നമ്മൾ കണ്ടു, അതിന് നമ്മൾ ടോണോപ്ലാസ്റ്റ് എന്ന് വിളിച്ചില്ലേ? അങ്ങനെ എന്തുണ്ട്? ന്യൂക്ലിയസിനാണെങ്കിലും അവിടുത്തെ സെൽ ഓർഗനൽസിനൊക്കെ എന്തുണ്ട്? ഒരു മെംബ്രെയിൻ ഉണ്ട്. അതിനെ ജനറലി നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. ഈ ബയോ മെംബ്രെയിൻസ് റെഗുലേറ്റ് ചെയ്യുന്നത് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ സെൽസ്. അതായത് ഒരു സെല്ലും മറ്റൊരു സെല്ലും തമ്മിലുള്ള മെറ്റീരിയൽ എക്സ്ചേഞ്ചിന് എന്ത് ചെയ്യുന്നു? സെൽ മെംബ്രെയിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യുന്നു? ഒരു സെല്ലും അഡ്ജസൻ്റ് ആയിട്ടുള്ള സെല്ലും തമ്മിൽ, അഡ്ജസൻ്റ് ആയിട്ടുള്ള സെൽസുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? മെറ്റീരിയൽസിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ ദ സെൽ ഓർഗനൽസ്, സെൽ ഓർഗനൽസിൻ്റെ ഇടയിലും മെറ്റീരിയൽസിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഇൻ ടു ദി സൈറ്റോപ്ലാസം ഓൾസോ. അതായത് ഇതാണ് ഒരു പ്ലാന്റ് സെല്ലെന്ന് പറഞ്ഞു. ഇതിനെന്തുണ്ട്? ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്. അതുപോലെ ഇപ്പോൾ അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒരു സെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും സെൽ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സെൽ മെംബ്രെയിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു സെല്ലും അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒരു സെല്ലും എന്ത് ചെയ്യുന്നത്? തമ്മിൽ മെറ്റീരിയൽസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ സെൽ ഓർഗനൽസിനും, ഫോർ എക്സാമ്പിൾ വാക്യൂളിനും അതുപോലെ തന്നെ നമ്മുടെ മൈറ്റോകോൺട്രിയക്കും എന്തുണ്ട്?
ബയോ മെംബ്രെയിൻ ഉണ്ട്, രണ്ടിനും മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ ആ മെംബ്രെയിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് വാക്യൂളും മൈറ്റോകോൺട്രിയയും അതുപോലെ തന്നെ റൈബോസോമിനും എന്തുണ്ട് വിചാരിക്കാം, നമ്മുടെ മെംബ്രെയിൻ ഉണ്ടെങ്കിൽ ഈ റൈബോസോമും വാക്യൂളും തമ്മിൽ മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതും ഈ വാക്യൂളും അതുപോലെ മൈറ്റോകോൺട്രിയ തമ്മിൽ മെറ്റീരിയൽസിന് എക്സ്ചേഞ്ച് ചെയ്യുന്നതൊക്കെ എന്ത് വഴിയാണ്, മെംബ്രെയിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ ഓരോ സെൽ ഓർഗനൽസിനുള്ള മെംബ്രെയിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, സൈറ്റോപ്ലാസത്തിലോട്ട് മെറ്റീരിയൽസിനെ വിട്ടുകൊടുക്കുന്നതും സൈറ്റോപ്ലാസത്തിൽ നിന്ന് മെറ്റീരിയലിനെ എടുക്കുന്നതും. അതായത് മെറ്റീരിയലിനെ അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നു ഇൻ ബിറ്റ്വീൻ ദി ഓർഗനൽസ് ആൻഡ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസവും ഓർഗനൽസ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽസിന് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓരോ സെൽ ഓർഗനൽസ് തമ്മിൽ മെറ്റീരിയലിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു സെല്ലും മറ്റൊരു അഡ്ജസൻറ്റ് സെല്ലും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്, ഒരു ബയോ മെംബ്രെയിനസ് കവറിങ് അവർക്കൊക്കെ ഉണ്ട്, അതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. ഓക്കെ, then these membranes are called selectively permeable membrane as they allow only the essential material to pass. എന്താ selectively permeable membrane എന്ന് പറഞ്ഞാൽ, പെർമിയബിൾ മെംബ്രെയിൻ എന്താ, അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പാസേജ് നടക്കുന്നുണ്ട്. അതാണ് പെർമിയബിൾ മെംബ്രെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സെലക്റ്റീവ്ലി പെർമിയബിൾ എന്താ, സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് മാത്രമേ അതിലൂടെ പാസ് ചെയ്യുള്ളൂ. ഓൺലി ദ എസെൻഷ്യൽ മെറ്റീരിയൽസ് ആണ് പാസ് ചെയ്യുന്നത്. ദേ അലോ ഓൺലി എസെൻഷ്യൽ മെറ്റീരിയൽ ടു പാസ്. അതുകൊണ്ട് നമ്മൾ ഈ ബയോ മെംബ്രെയിൻസിന് എന്താ വിളിക്കുന്നത്, സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ രണ്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള സെല്ലുകൾ തമ്മിൽ മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ദ ഓർഗനൽസിന് മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ഓർഗനലും സൈറ്റോപ്ലാസും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്, ബയോ മെംബ്രെയിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ദേ ആർ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻസ്. അടുത്തതാണ് ദോസ് ഹു ചേഞ്ച് ദ കളർ ആൻഡ് ടേസ്റ്റ്. അതായത് പ്ലാസ്റ്റിഡ്സ് ആർ സെൽ ഓർഗനൽസ് ദാറ്റ് ആർ എക്സ്ക്ലൂസീവ്ലി ഫൗണ്ട് ഇൻ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിൽ മാത്രമായിട്ട് കാണുന്ന ഒരു സെൽ ഓർഗനലാണ് എന്ത്, പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്. ഈ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് 3 ടൈപ്പിലായിട്ട് നമുക്ക് കാണാം. അതായത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ക്രോമോപ്ലാസ്റ്റ് ഉണ്ട്, ല്യൂക്കോപ്ലാസ്റ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയുന്നുണ്ടാവും, യു നോ ദാറ്റ് ദ ഫോട്ടോസിന്തസിസ് ഈസ് പെർഫോംഡ് ബൈ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്, ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ക്രോമോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഇമ്പാർട്ട് കളർ ടു ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഫ്ലവേഴ്സിനും ഫ്രൂട്ട്സിനൊക്കെ കളർ കൊടുക്കുന്നത് ആരാണ്, ക്രോമോപ്ലാസ്റ്റ്. അതായത് പ്ലാസ്റ്റിഡിൽ ഉള്ള ക്ലോറോപ്ലാസ്റ്റ് ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത ടൈപ്പായിട്ടുള്ള ക്രോമോപ്ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, കളർ കൊടുക്കുന്നത് ഫ്ലവേഴ്സിനും ഫ്രൂട്ട്സിനും ഒക്കെ. അതിൽ ഫസ്റ്റ് പറയുന്നത് സാന്തോഫിൽ, അതായത് യെല്ലോ പിഗ്മെൻറ്റ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന പിഗ്മെൻറ്റ്സാണ് പറയുന്നത്. സാന്തോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് ആണെങ്കിൽ അവിടെ ഫ്ലവറിനും ഫ്രൂട്ടിനൊക്കെ കിട്ടുന്ന എന്താണ്, യെല്ലോ കളർ. കാരോട്ടിൻ ആണെങ്കിൽ യെല്ലോവിഷ് ഓറഞ്ച്, ആന്തോസയാനിൻ ആണെങ്കിൽ റെഡ് അല്ലെങ്കിൽ പർപ്പിൾ കളർ. ദേ ആർ സർട്ടൻ പിഗ്മെൻറ്റ്സ് ഇൻ ദ ക്രോമോപ്ലാസ്റ്റ്. അപ്പോൾ ക്രോമോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള പിഗ്മെൻറ്റ്സിനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രൂട്ട്സിനാണെങ്കിലും ഫ്ലവേഴ്സിനൊക്കെ എന്ത് കിട്ടുന്നു, കളർ കിട്ടുന്നു. വേരിയസ് റേഞ്ച് ഓഫ് ദീസ് പിഗ്മെൻറ്റ്സ് ഇമ്പാർട്ട് ചെയ്യുന്നു ഡിഫറെൻറ്റ് കളർ ടു വേരിയസ് പാർട്സ് ഓഫ് ദി പ്ലാന്റ്. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പിഗ്മെൻറ്റ്സ് കൊടുക്കുന്നതനുസരിച്ച് പ്ലാന്റിന് എന്തുണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സാണ് അവർക്ക് കിട്ടുന്നത്. പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിന് എന്താണ്, ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടുന്നു. അതെന്തുകൊണ്ടാണ്, ഡിഫറെൻറ്റ് പിഗ്മെൻറ്റ്സിനെയാണ് ക്രോമോപ്ലാസ്റ്റ് അവിടെ കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ല്യൂക്കോപ്ലാസ്റ്റ് മൂന്നാമത്തെ ടൈപ്പ്. ക്ലോറോപ്ലാസ്റ്റ് പറഞ്ഞു, ക്രോമോപ്ലാസ്റ്റ് പറഞ്ഞു, മൂന്നാമത്തെ ടൈപ്പാണ് ല്യൂക്കോപ്ലാസ്റ്റ്. ദേ ആർ പ്ലാസ്റ്റിഡ്സ് ഹാവിങ് നോ സ്പെസിഫിക് കളർ. അവർക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കളറൊന്നുമില്ല. ദ ല്യൂക്കോപ്ലാസ്റ്റ് ആർ സീൻ ഇൻ പ്ലൻറ്റി ഇൻ ദ സെൽസ് വേർ ദ ഫുഡ് മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ്. അതായത് നമ്മുടെ സെല്ലിൽ എവിടെയാണോ ഫുഡ് മെറ്റീരിയൽ ഒരുപാട് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, ഫുഡ് മെറ്റീരിയൽ എവിടെയാണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അവിടെയാണ് എന്ത്, ല്യൂക്കോപ്ലാസ്റ്റ് ഒരുപാട് നമ്പർ കാണുന്നത്. ഇനി ആസ് ദ ഫ്രൂട്ട് റൈപ്പൺ, നമ്മുടെ ഫ്രൂട്ട്സ് എന്ത് ചെയ്യുന്നു, പഴുക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ക്ലോറോപ്ലാസ്റ്റ് എന്തായി മാറുന്നു, ക്രോമോപ്ലാസ്റ്റായി മാറുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു മാംഗോൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഗ്രീൻ കളറിലാണ് ഇരിക്കുക. അത് പഴുത്ത് കഴിഞ്ഞാൽ എന്താ, ഒരു റെഡിഷ് കളറോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഓറഞ്ച്, യെല്ലോവിഷ് ഓറഞ്ച് ആ കളറിലോട്ടൊക്കെ മാറും. യെല്ലോ അല്ലെങ്കിൽ യെല്ലോവിഷ് ഓറഞ്ചോ അല്ലെങ്കിൽ ചില കേസിലൊക്കെ റെഡ് കളറിലോട്ടൊക്കെ എന്ത് ചെയ്യുന്നു, മാംഗോ മാറുന്നു. അപ്പോൾ നമുക്കവിടെ ഇതെന്താ, ക്ലോറോപ്ലാസ്റ്റ് ചേഞ്ചസ് ടു ക്രോമോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ കളർ എന്താ, ഗ്രീന്. അത് എന്തായി മാറാണ്, ക്രോമോപ്ലാസ്റ്റ്. അപ്പോൾ ക്രോമോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, അവിടെ അതിനാവശ്യമായിട്ടുള്ള കളറിനെ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു ബൈ ഗിവിങ് പിഗ്മെൻറ്റ് കൊടുത്തിട്ട് കളറിനെ കൊടുക്കുന്നു. അപ്പോൾ എന്തായി, ഗ്രീൻ കളറിന്ന് റൈപ്പൺ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, അതിനെന്താണോ കളർ അതിലോട്ട് മാറി.
ഇനി സ്റ്റാർച്ച് ഈസ് കൺവേർട്ടഡ് ടു ഷുഗർ, അതേസമയം സ്റ്റാർച്ച് എന്തായി മാറുന്നു, ഷുഗറായി മാറുന്നു. അപ്പോൾ അവിടെ കളറും ചേഞ്ചായി, അതിൻ്റെ ടേസ്റ്റും എന്തായി, ചേഞ്ചായി. ദിസ് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ദ ചേഞ്ച് ഇൻ ദ കളർ ആൻഡ് ടേസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ്. ഇപ്പോൾ എന്തായി, ദോസ് ഹു ചേഞ്ച് ദ കളർ ആൻഡ് ടേസ്റ്റിനുള്ള ഉത്തരം കിട്ടിയില്ല. ദേ ആർ പ്ലാസ്റ്റിഡ്സ്. അതെങ്ങനെയാണെന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാന്റ് സെൽ കംപ്ലീറ്റ് പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അനിമൽ സെല്ലാണ്. നമ്മൾ പാർട്ട് 1 ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ്സ് മാത്രമല്ല അനിമൽസും എന്താണ്, ദേ ആർ ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു അനിമൽ സെൽ നോക്കാം. ഈ പിക്ചറിൽ നോക്കി നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഒരു സെൽ മെംബ്രെയിൻ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, സൈറ്റോപ്ലാസും ഉണ്ട്. ഇവിടെ എന്തുണ്ട്, ഒരു സൈറ്റോപ്ലാസ് ഉണ്ട്. സൈറ്റോപ്ലാസിൽ ഇതായി സെൽ ഓർഗനൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് എന്തുണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിൻ്റെ ഒരു ന്യൂക്ലിയോലസും ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്സായിട്ട് തോന്നുന്നുണ്ടോ? അതായത് ഇവിടെ സെൽ വാൾ ഇല്ലല്ലോ. സെൽ വാൾ ഉണ്ട്, ഇവിടെ ഇല്ല. സെൽ മെംബ്രെയിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അനിമൽ സെല്ലിന് എന്തില്ല, സെൽ വാൾ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ഗോൾജി അപ്പാരറ്റസ്, അത് നമ്മൾ പ്ലാന്റ് സെല്ലിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതാണ് സെൻട്രോസോം. സെൻട്രോസോം നമ്മൾ പ്ലാന്റ് സെല്ലിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് അനിമൽ സെല്ലിൽ മാത്രമായിട്ട് കാണുന്നതാണ്. അടുത്തത് വാക്യൂള്. വാക്യൂള് ഒന്ന് നോക്കൂ. ഇതൊരു വാക്യൂള്, ഇത് മറ്റൊരു വാക്യൂള്, ഇതൊരു വാക്യൂള്. ദെൻ നിങ്ങൾക്ക് മറ്റേ പിക്ചറിൽ ഓർമ്മയുണ്ടാവും, നമ്മളൊരു സിംഗിൾ ലാർജ് വാക്യൂൾ മാത്രമേ പ്ലാന്റ് സെല്ലിൽ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ എന്താ, സ്മോൾ ആയിട്ടുള്ള വാക്യൂളാണ്. അത് ഒരു നമ്പർ അല്ല, മോർ ദാൻ 1 നമ്പർ എന്തുണ്ട്, വാക്യൂള് കാണുന്നുണ്ട്. ഇനി അടുത്തതാണ് മൈറ്റോകോൺട്രിയ. അത് ഓക്കെ. പിന്നെ ന്യൂക്ലിയസിൻ്റെ പൊസിഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പ്ലാന്റ് സെല്ലിൽ എങ്ങനെയായിരുന്നു, ഒരു സൈഡിലായിട്ടായിരുന്നു. പക്ഷേ ഇവിടെ എങ്ങനെയാണ്, സെൻറ്ററിലാണ് ന്യൂക്ലിയസിൻ്റെ പൊസിഷൻ അനിമൽ സെല്ലിൽ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. നമ്മൾ നേരത്തെയും പറഞ്ഞു പ്ലാന്റ്സിലും അങ്ങനെ തന്നെയായിരുന്നു. അതായത് ഇപ്പോൾ റഫ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ, റൈബോസോമിൻ്റെ പ്രസൻസ് ഉണ്ട്. സ്മൂത്തിൽ എന്താ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ കൂടെ റൈബോസോം ഇല്ല, അത്രമാത്രം. പിന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, അതൊക്കെ ഓക്കെ, അത് സെയിം ആണ് പ്ലാന്റ് സെല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ലൈസോസോം. ഈ ലൈസോസോം നിങ്ങൾ പ്ലാന്റ് സെല്ലിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മൾ അവിടെ കണ്ടിട്ടില്ല. അപ്പോൾ ലൈസോസോം എന്താ, മെയിനായിട്ട് കാണുന്നത് അനിമൽ സെല്ലിലാണ്. റെയർലി മാത്രമേ പ്ലാന്റ് സെല്ലിൽ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് 2 പിക്ചറും എന്താണെന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലിപ്പോൾ മനസ്സിലായത് സെൽ വാൾ എന്ന് പറയുന്നത് അനിമൽ സെല്ലിനില്ല, സെൻട്രോസോം എന്ന് പറയുന്നത് അനിമൽ സെല്ല് മാത്രം കാണുന്നതാണ്. വാക്യൂളിൻ്റെ സൈസും നമ്പറും ഡിഫറെൻ്റ് ആണ്. ദെൻ ന്യൂക്ലിയസിൻ്റെ പൊസിഷൻ സെൻറ്ററാണ്, മറ്റൊടുത്ത് എവിടെയായിരുന്നു, സൈഡിലാണ്. അതേപോലെ ലൈസോസോം എന്ന് പറയുന്നത് അനിമൽ സെല്ലിലാണ് കൂടുതലായി കാണുന്നത്, റെയറായിട്ട് മാത്രമേ പ്ലാന്റ് സെല്ലിൽ കാണുന്നുള്ളൂ. ഓക്കെ, ഇനി സെൻട്രോസോം ആൻഡ് ലൈസോസോം നമ്മൾ നേരത്തെ കാണിച്ചു. സെൻട്രോസോം, ഈ സെൻട്രോസോം എന്ന് പറഞ്ഞാൽ എന്താ, സെൻട്രോസോം ഇസ് ദ സെൽ ഓർഗനൽ ദാറ്റ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ അനിമൽ സെൽ. അനിമൽ സെല്ലിൽ മാത്രം കാണുന്നതാണ് ആര്, സെൻട്രോസോം എന്ന് പറയുന്ന സെൽ ഓർഗനൽ. The centriole that play a major role in the cell division are seen in centrosome. സെൻട്രിയോൾ അറിയുണ്ടാവും. സെൻട്രിയോൾ എന്ന് പറഞ്ഞാൽ എന്താ, സെൽ ഡിവിഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആ സെൽ ഡിവിഷന് ഹെൽപ്പ് ചെയ്യുന്ന സെൻട്രിയോൾ എവിടെയാണ് കാണുന്നത്, സെൻട്രോസോമിൽ. അപ്പോൾ സെൻട്രോസോമിൻ്റെ ഫംഗ്ഷൻ എന്താ, സെൽ ഡിവിഷൻ. Then next one is lysosome. Lysosome contains digestive enzyme that are required for the destruction of foreign substances enter in the cell. സെല്ലിലോട്ട് എൻട്രി ചെയ്യുന്ന ഫോറിൻ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഉണ്ടാവും സെല്ലിലോട്ട് എൻട്രി ചെയ്യുന്നത്, അനിമൽ സെല്ലിലോട്ട്. അതിന് കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് ഹെൽപ്പ് ചെയ്യുന്നത്, ലൈസോസോം, ബൈ യൂസിങ് ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എൻസൈംസ്. അപ്പോൾ ലൈസോസോമിൽ എന്തുണ്ട്, ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എൻസൈം ഉണ്ട്. ആ ഡൈജസ്റ്റീവ് എൻസൈം എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അനിമൽ സെല്ലിലോട്ട് എന്തെങ്കിലും ഫോറിൻ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു, എൻട്രി ചെയ്യുന്ന സമയത്ത് അവരെ കില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഡിസ്ട്രക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ലൈസോസോം എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഈസ് സീൻ ഇൻ അനിമൽ സെൽ. ഇതും എവിടെ കാണുന്നത്, അനിമൽ സെല്ലിലാണ് കാണുന്നത്. പ്ലാന്റ് സെല്ലിൽ റെയറായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഇനി ഇതാ ഒരു പ്ലാന്റ് സെല്ലാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു അനിമൽ സെല്ലാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്നത്, എക്സ്ക്ലൂസീവ്ലി കാണുന്നത്. ഇത് അനിമൽ സെല്ലിൽ മാത്രം കാണുന്നതാണ്. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് സെല്ലിലും അനിമൽ സെല്ലിലും കോമൺ ആയിട്ട് വരുന്നത്. നോക്കാം. പ്ലാന്റ് സെൽ എന്താ, ബോക്സി അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പ് ആയിരിക്കും. അതേസമയം അനിമൽ സെൽ എന്താ, ഇറ്റ് ക്യാൻ ബി ഓഫ് എനി ഷേപ്പ്, ഏത് ഷേപ്പിലും കാണും. ഇനി പ്ലാന്റ് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സെൽ വാൾ ഉണ്ട്. അനിമൽ സെല്ലിന് സെൽ വാൾ ഉണ്ടോ, ഇല്ല.
ഇനി പ്ലാന്റ് സെല്ലിന് എന്താ ലാർജ് വാക്യൂളാണ്, അനിമൽ സെല്ലിനോ സ്മോൾ വാക്യൂളുള്ളൂ. ഇനി പ്ലാന്റ് സെല്ലിന് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, പക്ഷെ അനിമൽ സെല്ലിന് ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. അതുപോലെ ഫ്ലജെല്ല ഓൺലി ഇൻ ഗമേറ്റ്സിൽ മാത്രമേ ഫ്ലജെല്ല ഉള്ളൂ. ഇനി ഫ്ലജെല്ലയുടെ പ്രസൻസ് ഉണ്ട്. അതുപോലെ ലൈസോസോം കാണുന്നുണ്ട് അനിമൽ സെല്ലിൽ, പക്ഷെ പ്ലാന്റ് സെല്ലിൽ എന്തില്ല, ലൈസോസോം ഇല്ല എന്ന് പറയാം. ഇനി അതുപോലെ നമുക്ക് അവിടെ ആഡ് ചെയ്യാം, ന്യൂക്ലിയസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലിൽ ഒരു സൈഡിലായിരിക്കും, അനിമൽ സെല്ലിൽ എന്താ അത് എവിടെയായിരിക്കും, സെൻറ്ററിൽ. ഇനി ഇതിൽ രണ്ടിലും കൂടി കാണുന്നത് മൈറ്റോകോൺട്രിയ, ഗോൾജി അപ്പാരറ്റസ്, സ്മൂത്ത് ആൻഡ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, റൈബോസോം, സെൽ മെംബ്രെയിൻ ആൻഡ് DNA. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകും. അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. അനിമൽ സെൽ എന്താ, സ്മോൾ ആണ് സൈസിൽ. പ്ലാന്റ് സെൽ ലാർജർ ഇൻ സൈസ് ആണ്. അതുപോലെ ഇറ്റ് റേഞ്ചസ് ഫ്രം 10 to 13 മൈക്രോമീറ്റേഴ്സ് ആണ്. ഇവിടെ ഒരു 10 to 100 മൈക്രോമീറ്റേഴ്സ് ആണ്, കാരണം അവർ ലാർജ് സൈസാണ്. അനിമൽ സെൽ ഡു നോട്ട് ഹാവ് സെൽ വാൾ ഇല്ല, പക്ഷേ പ്ലാന്റ് സെല്ലിന് എന്തുണ്ട്, സെൽ വാൾ ഉണ്ട്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സെല്ലുലോസ്. ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലാന്റ് സെൽ വാൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ് അനിമൽ സെല്ലിൽ, എന്നാൽ പ്ലാന്റ് സെല്ലിൽ പ്ലാസ്റ്റിഡ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ക്ലോറോപ്ലാസ്റ്റും ക്രോമോപ്ലാസ്റ്റും ല്യൂക്കോപ്ലാസ്റ്റും അവരാണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത് കളറിനെയും ടേസ്റ്റിനെയും, ഫ്രൂട്ട്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയൊക്കെ. ഓക്കെ, ന്യൂക്ലിയസ് സെൻറ്ററിലാണ് കാണുക അനിമൽ സെല്ലിൽ, പക്ഷെ ന്യൂക്ലിയസ് എന്താ ഒരു സൈഡിലായിട്ട് കാണും സെല്ലിൽ, പ്ലാന്റ് സെല്ലിൽ. ഇതിന് മെനി സ്മോൾ വാക്യൂൾസ് ആണ് അനിമൽ സെല്ലിനുള്ളത്, പക്ഷേ സിംഗിൾ ലാർജ് വാക്യൂളാണ് പ്ലാന്റ് സെല്ലിന്. ലൈസോസോം പ്രസൻറ്റ് ആണ് അനിമൽ സെല്ലിൽ, പക്ഷേ ലൈസോസോം എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലിൽ റയർലി മാത്രമേ കാണുള്ളൂ. ദെൻ ക്ലോറോപ്ലാസ്റ്റ് എന്താണ്, ആബ്സെൻ്റ് ആണ് അനിമൽ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ, പക്ഷേ പ്ലാന്റ് സെല്ലിൽ എന്താ ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആണ് സൈറ്റോപ്ലാസത്തിൽ. അതാണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, ഫോട്ടോസിന്തസിസിന്. ഇനി സെൻട്രിയോൾ ആൻഡ് സെൻട്രോസോം പ്രസൻ്റ് ആണ് നിയർ ദ ന്യൂക്ലിയസ് അനിമൽ സെല്ലിൽ. പ്ലാന്റ് സെല്ലിലാണെങ്കിൽ സെൻട്രിയോൾ ആബ്സെൻ്റ് ആണ്, സെൻട്രോസോമൊക്കെ എന്താണ്, ആബ്സെൻ്റ് ആണ്. ഇനി മൈറ്റോകോൺട്രിയ ആർ പ്രസൻറ്റ് വിച്ച് ആർ ന്യൂമറസ് ഇൻ നമ്പർ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഫുഡ് ഇൻ ടു എനർജി. അതായത് ഫുഡിനെ എനർജി ആക്കി മാറ്റി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈറ്റോകോൺട്രിയ ന്യൂമറസ് ആയിട്ടാണ് കാണുന്നത് അനിമൽ സെല്ലിൽ. എന്നാൽ പ്ലാന്റ് സെല്ലിൻ്റെ കേസിലാണെങ്കിൽ മൈറ്റോകോൺട്രിയ ലെസ് ഇൻ നമ്പറാണ്, കുറച്ച് നമ്പേഴ്സ് മാത്രമേ മൈറ്റോകോൺട്രിയ കാണുന്നുള്ളൂ. ദെൻ ദേ ഹെൽപ്പ് ടു മേക്ക് ഫുഡ് വിത്ത് ക്ലോറോപ്ലാസ്റ്റ്. അതായത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ കൂടെ ഫുഡ് ഉണ്ടാക്കാനാണ് അവർ ഹെൽപ്പ് ചെയ്യുന്നത് ഫ്രം എയർ, വാട്ടർ, സൺലൈറ്റിൽ നിന്ന്. ഇനി അനിമൽ സെല്ലിൽ സിംഗിൾ ഹൈലി കോംപ്ലക്സ് ആൻഡ് പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഗോൾജി അപ്പാരറ്റസ് ആണ് കാണുന്നത്, സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രൊമിനൻറ്റ് ഗോൾജി അപ്പാരറ്റസ്. എന്നാൽ പ്ലാന്റ് സെല്ലിൻ്റെ കേസിലാണെങ്കിൽ മെനി സിംപ്ലർ യൂണിറ്റ്സ് ഓഫ് ഗോൾജി അപ്പാരറ്റസ് ഉണ്ട്, ഒരുപാട് സിംപ്ലർ യൂണിറ്റ്സ് ഓഫ് ഗോൾജി അപ്പാരറ്റസ് ആൻഡ് ദേ ആർ കോൾഡ് ഡിക്റ്റിയോസോംസ്. ഓക്കെ, ഇനി അനിമൽ സെല്ലിൽ ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യുന്നത് എന്തിൻ്റെ ഫോമിലാണ്, ഗ്ലൈക്കോജൻ്റെ ഫോമിൽ. പ്ലാന്റ് സെല്ലിലാണെങ്കിൽ അവർ സ്റ്റോർ ചെയ്യുന്നു ഗ്ലൂക്കോസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. എന്തായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, സ്റ്റാർച്ചായിട്ട് ഗ്ലൂക്കോസിനെ. ഇനി സിമിലാരിറ്റി ബിറ്റ്വീൻ ദ പ്ലാന്റ് സെൽ ആൻഡ് അനിമൽ സെൽ, അവർക്ക് രണ്ടുപേർക്കും സെൽ മെംബ്രെയിൻ ഉണ്ട്. ബോത്ത് ഓഫ് ദം കണ്ടെയ്ൻ ഗോൾജി ബോഡി, അതുപോലെ ന്യൂക്ലിയസ്, ന്യൂക്ലിയോലസ് ആൻഡ് മൈറ്റോകോൺട്രിയ ഉണ്ട്. ബോത്ത് ഹാവ് സൈറ്റോപ്ലാസും ഉണ്ട്. ഇനി സിമിലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാമേ. ഇനി അടുത്തതാണ് പ്രൊകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. In the cells of bacteria, the cyanobacteria and mycoplasma, no nucleus is seen. These organisms are called prokaryote. അതായത് ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മയുടെ ഒക്കെ കേസിൽ ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ നമ്മൾ അവരെന്താ വിളിക്കുക, പ്രൊകാരിയോട്സ് എന്ന് വിളിച്ചു. അതായത് സിമ്പിളായിട്ട് മനസ്സിലാവാൻ PB എന്ന് ആലോചിച്ചാൽ മതി. PB പ്രൊകാരിയോട്സ് അഥവാ ബാക്ടീരിയ. പ്രൊകാരിയോട്സ് എന്താ, ബാക്ടീരിയയാണ്. ഓക്കെ, ന്യൂക്ലിയസ് ഇല്ല. ആൻഡ് ദേ ആർ സിംഗിൾ സെൽഡ് എന്നാലോചിക്കുക. അതുപോലെ അവർ യൂണിസെല്ലുലാർ ആണെന്ന് ആലോചിക്കുക. PB എന്ന് ആലോചിച്ചാൽ മതി. പ്രൊകാരിയോട്സ് ബാക്ടീരിയ. ബാക്ടീരിയ എന്താ, സിംഗിൾ സെല്ലല്ലേ, അതായത് യൂണിസെല്ലുലാർ ആണ്, അവരിൽ എന്തില്ല, ന്യൂക്ലിയസ് ഇല്ല. അടുത്തതാണ് എന്ത്, യൂകാരിയോട്സ്. യൂകാരിയോട്സ് യു അതായത് നിങ്ങൾ തന്നെ. ഓക്കെ, അപ്പം നമ്മളെന്താ, അനിമൽസ് അതിലല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ ബട്ട് ഇൻ ദ സെൽസ് ഓഫ് അമീബ, animals and plants
a well-defined nucleus covered by membrane is seen. These organisms are called eukaryotes. പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറയാണ് യൂക്കാരിയോട്സ് എന്താ നമ്മൾ തന്നെയാണ്. അപ്പോൾ അനിമൽസ്, പ്ലാന്റ്സ്, അതുപോലെ അമീബ ഇതൊക്കെയാണ് വരുന്നത്. ഇവരിൽ എന്താണ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്, കവേർഡ് ബൈ മെംബ്രെയിൻ ആണ്. അതുപോലെ ഇവരെന്താ മൾട്ടി സെല്ലുലാർ. അപ്പോൾ പ്രൊക്കാരിയോട്സ് ബാക്ടീരിയയാണ്, യൂണിസെല്ലുലാർ ആണ്, സിംഗിൾ സെൽഡ് ആണ്, നോ ന്യൂക്ലിയസ്. യൂക്കാരിയോട്സ് അതായത് അനിമൽസ്, പ്ലാന്റ്സ്, ഫംഗൈ, ദെൻ അതുപോലെ അമീബ ഇതൊക്കെ വരുന്നു. അവരെന്താ മൾട്ടി സെല്ലുലാർ ആണ്, ഒരു ന്യൂക്ലിയസും ഉണ്ട്, മെംബ്രെയിൻ ഉണ്ടായിരിക്കും അതിന്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ യൂക്കാരിയോട്ടിക് ആൻഡ് പ്രൊക്കാരിയോട്ടിക് സെൽ. യൂക്കാരിയോട്ടിക് എന്ന് പറയുമ്പോൾ അനിമൽസ്, പ്ലാന്റ്സ്, ഫംജൈ, പ്രോട്ടിസ്റ്റ് വരും. പ്രൊക്കാരിയോട്സിലാണെങ്കിൽ എന്താ PB, ബാക്ടീരിയ ആൻഡ് ആർക്കിയ. ദെൻ ഇവർ ലാർജ് സൈസാണ്, 10 to 100 മൈക്രോമീറ്റേഴ്സ്. മറ്റേത് എന്താ സ്മോളാ, ബാക്ടീരിയ അല്ല, അപ്പോൾ 1 to 10 മൈക്രോമീറ്റേഴ്സ്. പിന്നെ യൂക്കാരിയോട്ടിക് എന്താ മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ. മെയിനായിട്ട് മൾട്ടി സെല്ലുലാർ ആണ് കാണുന്നത്. പ്രൊക്കാരിയോട്ടിക്കിൽ എന്താ യൂണിസെല്ലുലാർ മാത്രമേ കാണുള്ളൂ. ദ ഹോൾ ഓർഗാനിസം എന്താ സിംഗിൾ സെൽഡ് അല്ലെങ്കിൽ യൂണിസെല്ലുലാർ. ഇനി യൂക്കാരിയോട്ടിക്കിൽ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ലൈക്ക് മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് ഇതൊക്കെ പ്രസൻ്റ് ആണ്. പക്ഷേ പ്രൊക്കാരിയോട്ടിക്കിൽ നോ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്, മൈറ്റോകോൺട്രിയൊക്കെ ആബ്സെൻ്റ് ആണ്. ഇനി യൂക്കാരിയോട്ടിക്കിൽ ലാർജ് എമൗണ്ട് ഓഫ് DNA ഉണ്ടാവും. പക്ഷേ പ്രൊക്കാരിയോട്ടിൽ എന്താ സ്മോൾ എമൗണ്ട് ഓഫ് DNA ഉള്ളൂ. യൂക്കാരിയോട്സിലാണെങ്കിൽ ലീനിയർ ഷേപ്പ് ആവും, പ്രൊക്കാരിയോട്സിൽ സർക്കുലർ ആയിരിക്കും. അതുപോലെ യൂക്കാരിയോട്സിൽ ഇവരെ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ന്യൂക്ലിയസിൽ ലാർജ് എമൗണ്ട് ഓഫ് DNA ഉണ്ട്, ലീനിയർ ആയിരിക്കും അതിൻ്റെ ഷേപ്പ്, ന്യൂക്ലിയസിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. എന്നാൽ പ്രൊക്കാരിയോട്ടിക്കിൻ്റെ കേസിലാകുമ്പോൾ ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ സ്മോൾ എമൗണ്ട് ഓഫ് DNA ഉള്ളൂ. ദേ ആർ സർക്കുലർ ഇൻ ഷേപ്പ് ആൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ഫ്രീലി ഫ്ലോട്ടിംഗ് ആയിട്ടാണ് ഈ DNA കാണുക. സ്മോൾ എമൗണ്ട് ഓഫ് DNA, ദേ ആർ സർക്കുലർ ഇൻ ഷേപ്പ് ആൻഡ് ഫ്രീലി ഫ്ലോട്ടിംഗ് ആയിട്ടാണ് അവരെ കാണുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാർട്ട് 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ദെൻ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാം. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ താങ്ക് യു.